ഞാനല്ല പറയുന്നത്, ഞാൻ പൊട്ടില്ല എന്നാ പറയുന്നത്. കാരണം ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ മിസ്റ്റേക്കാണ്, കുറച്ച് സ്പിരിച്വൽ ആണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുമ്പോൾ പേടി ജനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിച്ച് 1435 ഇടുക്കി ജില്ല മുഴുവനും ഭൂകമ്പത്തിൽ പോയി എന്നൊരു റിപ്പോർട്ടുണ്ട്. ഞാൻ സുപ്രീം കോടതിയിൽ ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ചെന്നാൽ അവിടുന്ന് അതിന്റെ കോപ്പീസ് എടുക്കാൻ പറ്റും. പാനിക്കലായി നാട് വിട്ടു പോകേണ്ട അവസ്ഥയാണുള്ളത്. ഇതെന്താ ഈ പറയണേ? ഇവിടെ 84 ഡാംസ് 38,861 കിലോമീറ്റർ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ച് 10,000 കോറി ഉണ്ടാക്കി വെച്ച് സഹ്യപർവ്വതം ആകെ തകർത്ത് സീഷോർ മുഴുവനും നാശമാക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ വലിയ ദുരന്തം കേരളം കാണുമെന്ന് പറയുമ്പോൾ പാനിക്കാവാണ്ട് പറ്റുമോ? അല്ല, സാറ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാരിനൊരു ഉത്തരവാദിത്തമില്ല. അഡ്വക്കേറ്റ് റസൽ റോയിക്ക് മാത്രമാണ് ഇത്, എനിക്ക് മാത്രമാണ് മനസ്സിലായ കാര്യമാണ്, ഞാനതുകൊണ്ട് ഉറക്കെ പറയുന്നു എന്ന് പറയുന്നത്. നമ്മളൊരു സൈക്കിള് പഴയതായാൽ പുതിയൊരു സൈക്കിൾ മേടിക്കും, കാറ് പഴയതായാൽ പുതിയൊരു കാറ് മേടിക്കും, വീട് പഴയതായാൽ പുതിയൊരു വീട് നിർമ്മിക്കും. പഴയ ഡാമിനെ കുറിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിഡ്ഢികളാണെന്ന് നമ്മൾ നോക്ക്. 130 വർഷം പഴക്കമുള്ള ഒരു ഡാം വെച്ചിട്ട് സമാധാനമായിട്ട് ഇതിൻ്റെ അടി കിടക്കുന്ന പമ്പര വിഡ്ഢികളല്ലേ കേരളത്തിലെ ജനങ്ങൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് റസൽ ജോയിയാണ്. നമസ്കാരം. ഇന്ന് കുറേ ടയേർഡാണല്ലോ, ഒരുപാട് ഒരു ടയർനെസ്സും ഇല്ല, കുറച്ച് വെച്ചോളൂ. ഒരു ടയർനെസ്സും ഇല്ല. കാരണം ഈ അടുത്തിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് യൂട്യൂബിൽ കാണുന്നത് താങ്കളുടെയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വയനാട് ഇഷ്യൂമായി വന്നതുകൊണ്ടാണോ വീണ്ടും ആളുകൾ തേടിയെത്തിയത്, അതോ ഇത് തുടർച്ചയായി പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയത്? മീഡിയ അറ്റൻഷൻ എല്ലാ കാലത്തും ഉണ്ടല്ലോ. ആദ്യത്തെ വിധി വന്നപ്പോഴാണ് ദേശീയ മാധ്യമങ്ങളും തമിഴ് മാധ്യമങ്ങളും അതൊരു ആഘോഷമാക്കി മാറ്റിയത്. കേരളത്തിൽ ഇച്ചിരി മീഡിയ അറ്റൻഷൻ കുറവായിരുന്നു. ഇതിന് എല്ലാ കാലത്തും പ്രസക്തിയില്ലേ? ഇത് ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുമ്പോൾ എല്ലാ കാലത്തും ഇതിന് പ്രസക്തിയുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ വയനാട് പ്രശ്നമൊന്നുമല്ല, ഭൂകമ്പമാണ് കേരളത്തിന്റെ പ്രശ്നം. ഈ ഒരു മാസം 2 മാസം മുമ്പ് തൃശ്ശൂരും പാലക്കാടും 3 ദിവസങ്ങളിൽ 3.1 വരുന്ന എർത്ത് ഉണ്ടായി. തൃശ്ശൂർ വലിയ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കമുണ്ടായി. അതേ മുഴക്കം തന്നെ ഒരു 3-4 മാസം മുമ്പ് കോട്ടയത്തും ഉണ്ടായി. കേരളത്തിലുടനീളം റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങിയ ഭൂകമ്പങ്ങൾ മാഗ്നിറ്റ്യൂഡ് കൂടി 3.4 വരെയായി. 2011 തുടങ്ങിയതാണ്. 100ഓളം ഭൂകമ്പങ്ങളുണ്ടായി. 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് വലിയ പ്രഷർ കൊടുത്തതുകൊണ്ട് പാറകൾ, ഭൂമിയുടെ അടിത്തറ മുഴുവനും തകർന്നു. കേരളത്തിൻ്റെ അടിത്തറ തകർന്നു എന്ന് പറയാം. 84 ഡാംസിൻ്റെ വാട്ടർ പ്രഷറും കൊണ്ട് അടിയിലുള്ള ലേയേഴ്സ് ഓഫ് റോക്സ് തെന്നി മാറി തമിഴ്നാട് വരെ പോയി. എല്ലാ ഡാമിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ? ഒത്തിരി ഏജൻസീസ് പഠിച്ചിട്ടുണ്ട്. കേരള സർക്കാരോട് ചോദിച്ചാൽ പറയുമല്ലോ. ഞാൻ വിവരാവകാശം വെച്ച് ചോദിക്കും, എത്ര ഭൂകമ്പങ്ങൾ ഉണ്ടായി, ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഡാമുകളുടെയൊക്കെ വല്ല പഠനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇതൊന്നും സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാലും തരുമെന്ന് എനിക്കറിയില്ല. സംഭവം സർക്കാരിന്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചത് എന്തിന്റെ, ആ പറയുന്ന പഠനത്തിന്റെ എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ്. ഇത് ഒരുപാട് ഏജൻസികൾ പഠിച്ചിട്ടുണ്ട്. IIT റൂർക്കി പഠിച്ചിട്ടുണ്ട്, IIT ഡൽഹി പഠിച്ചിട്ടുണ്ട്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പഠിച്ചിട്ടുണ്ട്, ഐക്യരാഷ്ട്ര സംഘടന തന്നെ നിയോഗിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ അക്കാഡമിക് വിങ് പഠിച്ചിട്ടുണ്ട്, കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതി പഠിച്ചിട്ടുണ്ട്. ഇവയുടെയൊക്കെ റിപ്പോർട്ടുകളും ഇതിലുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഈ ഭൂമി ഉൽക്കം അതല്ല, ഭൂമി ഉൽക്ക് KSEBിയുടെ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. KSEBിയുടെ ഇപ്പോൾ എന്നോട് ഭൂമി കുലുക്കത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അതാണ് ഞാൻ എന്ത് നമ്മളെ ഒരു കാര്യം സംസാരിക്കുന്നത്. സാർ ഒരു വക്കീലാണ്. വക്കീൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് കോടതിയിലും ഫാക്ട്സ് ആണ് വേണ്ടത്. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് ആ ഫാക്ട്സ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത്, എത്ര സാഹചര്യം കണ്ട ഒരാൾ ദൃക്സാക്ഷി പറഞ്ഞാലും ആ ദൃക്സാക്ഷിക്ക് മേളിലും അതാണ് ഞാൻ ചോദിച്ചു വന്നത്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഭൂകമ്പമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാ ചാനലിലും പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് ഇത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഭൂകമ്പം വന്നാൽ പൊട്ടത്തില്ലേ? ഭൂകമ്പം കൃത്യമായ ഒരു അളവ് പറയാൻ പറ്റുമോ? KSEBിയുടെ റിപ്പോർട്ടിലുണ്ട്, സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സാറ് പറയാമോ എന്ന് ചോദിച്ചത്. നമ്മുടെ ചാനലിലേക്ക് ഇരുന്ന് പറയും. 2 മാഗ്നിറ്റ്യൂഡാണ് തുടങ്ങിയത് 2011 റീസെന്റ് ആയിട്ട്. അതിനു മുമ്പും ഭൂകമ്പങ്ങളുണ്ട്. 1435 ഇടുക്കി ജില്ല മുഴുവനും ഭൂകമ്പത്തിൽ പോയി എന്നൊരു റിപ്പോർട്ടുണ്ട്.
അതവിടെ നിൽക്കട്ടെ. റീസെന്റ് ആയിട്ടുള്ള കാര്യം പറയാം. 2011 റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് കാണിച്ച 10-22 ചലനങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഇങ്ങനെ കൂടി കൂടി വന്ന് 3.4 ഫിനിഷ് ചെയ്തിരിക്കുന്നു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഈ ചലനങ്ങൾ. കേരളത്തിലല്ല, ഭൂമിയിൽ എവിടെയും പ്ലേറ്റ് ടെക്ടോണിക് ഫലമായിട്ട് ഭൂകമ്പം ഉണ്ടാകും. അതായത് നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യയിൽ 5 സോണായിട്ട് ഇതെല്ലാം തരംതിരിച്ചിട്ടുണ്ട്. അതിൽ എന്താ പറയാ, 3ാമത്തെ സോണിലാണ് മുല്ലപ്പെരിയാർ ഇരിക്കുന്നത്. മുല്ലപ്പെരിയാർ അല്ല, കേരളം മൊത്തത്തിൽ. കേരളം മൊത്തം മുല്ലപ്പെരിയാർ ഇരിക്കുന്ന ഭാഗമാണ് എക്സാക്ട് ഇപ്പൊ പറയുന്നത്. നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ് വരുന്നത്. അവിടെ എന്ന് പറയുന്നത് 3 സോണിൽ ഇരിക്കുന്ന എർത്ത് ക്വേക്കിന്റെ ഇതെന്ന് പറയുന്നത് 5.6 വരെ എന്നാണ് എർത്ത് ക്വേക്ക് പറയുന്നത്. 5.6 വരെ എന്നാണ്. അപ്പൊ നമ്മളോട് പറയുന്നത് അതിഭീകരമായ, അതായത് റിക്ടർ സ്കെയിലിൽ 6ന് മുകളിൽ അല്ലെങ്കിൽ 6 വന്നാൽ ഭൂകമ്പം ഉണ്ടായാൽ ഇത് പൊട്ടിത്തകരും. അല്ല, 6 വരണ്ട. 6 എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പമാണ്. ലാത്തൂരിലൊക്കെ ഉണ്ടായ ഭൂകമ്പമാണ്. അത്രയൊന്നും വരണ്ട. ഓൾറെഡി ലൂസൺ മേസൺട്രി ആണിത്. ഒരു 4+1 ആയത് താഴെ കിടക്കും. ഇതിന്റെ അടിയിൽ തന്നെ വലിയൊരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെ, ഞാൻ ചോദിക്കുന്നത് ആ ഫാക്ട് സാറ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട്സ് ആണ്. ആ റിപ്പോർട്ട്സ് എവിടെയെങ്കിലും ഇപ്പൊ കയ്യിലുണ്ടോ? ഇല്ല, എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത്ര? ഞാൻ സുപ്രീം കോടതിയിൽ ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ചെന്നാൽ അവിടുന്ന് അതിന്റെ കോപ്പീസ് എടുക്കാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കാൻ പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല വീടുകളിലും ഇപ്പം എനിക്ക് തോന്നുന്നു വയനാടിന്റെ ഒരു സംഭവം ഇപ്പം ഈ ലൈവ് 24 hours ചാനലുകൾ ഉള്ളത് കൊണ്ട് കണ്ട് സാധാരണക്കാരായ വീട്ടമ്മമാരും സാധാരണക്കാരായ ആളുകൾ ഭയങ്കര പാനിക് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. പാനിക്കല്ല, നാട് വിട്ടു പോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഇതെന്താ ഈ പറയണേ? ഇവിടെ 84 ഡാംസ് 32,861 കിലോമീറ്റർ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ച് 10,000 കോറി ഉണ്ടാക്കി വെച്ച് സഹ്യപർവ്വതം ആകെ തകർത്ത് സീഷോർ മുഴുവനും നാശമാക്കി വെച്ചിരിക്കുന്നു. ഗാഡ്ഗിൽ പറഞ്ഞില്ലേ, മാധവ് ഗാഡ്ഗിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പഠിച്ചിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് വയസ്സായി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ വലിയ ദുരന്തം കേരളം കാണുമെന്ന് പറയുമ്പോൾ പാനിക്കാവാണ്ട് പറ്റുമോ? ഈ നാട് വിട്ടു പോകാണ്ട് പറ്റുമോ? എന്നോട് എല്ലാവരും പറയണതാണ് നാട് വിട്ടു പോകുന്നതാണത്. സാരെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന്. ഞാൻ ചോദിച്ചു വന്ന അതൊന്നുമല്ല. ചോദിച്ചത് അതാണല്ലോ. ഞാൻ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നാട് വിട്ടു പോകുക അല്ലെങ്കിൽ ഇത് ചെയ്യുക, ഇങ്ങനെ എങ്ങനെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് സർക്കാർ പോലും മുല്ലപ്പെരിയാർ ഇഷ്യൂ 2007 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾ പബ്ലിക്കായിട്ട് എന്ത് പറയരുത്, ഇങ്ങനെ ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ നോക്കുന്നു, ഞാൻ പറഞ്ഞല്ലോ വയനാട് ഇഷ്യൂവിന് ശേഷം സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, മുല്ലപ്പെരിയാർ പൊട്ടും, 2 മുല്ലപ്പെരിയാർ ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാനല്ല പറയുന്നത്, ഞാൻ പൊട്ടില്ല എന്നാ പറയുന്നത്. കാരണം ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ മിസ്റ്റേക്കാണ്, കുറച്ച് സ്പിരിച്വൽ ആണെന്ന് കൂട്ടിക്കോ. ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് പൊട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. പൊട്ടുമെന്ന് പറയുന്നത് വിദഗ്ധ ഏജൻസികളാണ്, ഇതിനെക്കുറിച്ച് പഠിച്ചവരാണ് പൊട്ടുമെന്ന് പറയുന്നത്. അപ്പൊ സാർ എന്താണ് ചാനൽ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഏറ്റുപറച്ചിലാണ്. ഈ വിദഗ്ധന്മാര് പറഞ്ഞത് ഞാൻ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. പിണറായി വിജയൻ പറഞ്ഞതാണ് ഞാൻ ഏറ്റുപറയുന്നത്. മതിൽ കെട്ടിയില്ല ഇവിടുന്ന്. പിണറായി വിജയൻ മാത്രമല്ല, പ്രതിപക്ഷത്തുള്ളവരും നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ട് നമ്മൾ മതിലേക്ക് കയറി നിന്നതല്ലേ. മതിൽ കെട്ടിയില്ല ഒരറ്റം മുതൽ ഒരറ്റം വരെ. നമ്മൾ പാനിക്കായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോയി ആ മതിലിൽ ചേർന്നത്. അദ്ദേഹം പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കും? അതാണ് ഞാൻ ചോദിച്ചത്. അത് ആധികാരികതയുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞ പിണറായി വിജയൻ എന്നല്ല, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റിലെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർക്കാർ പറയുമ്പോൾ നമുക്കതിനൊരു ആധികാരികതയുണ്ട്. ആധികാരികത ഇല്ലാത്ത കാര്യങ്ങൾ സർക്കാർ പറയാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ കാര്യത്തില് ജനങ്ങളെ ഭയവിഹലരാക്കി ഒരു മതിൽ കെട്ടാൻ പ്രേരിപ്പിച്ചത് ആരാണ്? ഏത് കാര്യത്തിലാണ്? മുല്ലപ്പെരിയാർ വിഷയത്തിൽ. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യ മതിൽ സൃഷ്ടിച്ച് മുല്ലപ്പെരിയാർ ഇപ്പൊ തകരുമെന്ന് പറഞ്ഞത് ശ്രീ പിണറായി വിജയനും ഇവിടെ പ്രതിപക്ഷത്തുള്ള ആളുകളുമാണ്. അവരെല്ലാവരും പോയി, ഞങ്ങളും പോയി അവിടെ നിന്നതല്ലേ. അപ്പോൾ സർക്കാർ ഒന്നും ചെയ്യുന്ന, ഇപ്പോൾ അതിനു മുന്നേ ഉള്ള സർക്കാരും ഇപ്പോൾ നിൽക്കുന്ന സർക്കാരും മുല്ലപ്പെരിയാറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? മതിൽ കെട്ടുക മാത്രമായിരുന്നു ചെയ്യുന്നത്, അല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? 130 വർഷം പഴക്കമായ ഈ ഡാം 60 വർഷം മുമ്പാണ് ഇത് ഡീകമ്മീഷൻ, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞത്. ഈ 60 വർഷമായിട്ടും ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഈ ഡാം അവിടെ തന്നെ ഉണ്ടല്ലോ. ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ഏത് ഏജൻസീസ്, ഏത് കമ്മീഷനാണ് പറഞ്ഞത്? സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ഏത് വർഷമാണ്? 1964 ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ. മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ്, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണമെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഡോക്ടർ KC തോമസാ പറഞ്ഞത്. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് 70-ൽ അച്യുതമേനോൻ ഈ കരാർ പുതുക്കി എഴുതാൻ പറ്റുന്ന ആ മന്ത്രിസഭയ്ക്ക്? അതാ അച്യുതമേനോടല്ല ചോദിക്കേണ്ടത്, ഇവിടുത്തെ CPI എന്ന് പറയുന്ന പാർട്ടിയോടല്ല ചോദിക്കേണ്ടത്.
അല്ല അപ്പൊ അവർക്കത് മനസ്സിലായില്ലായിരുന്നു ഇത് ഡീകമ്മീഷൻ ചെയ്യുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ 70-ന് മുൻപ് ഒരു ഭൂകമ്പം ചൈനയിലെ ഒരു വാട്ടർ എന്താ പറയുക ഒരു ഡാം തകർന്നതിനെ തുടർന്നിട്ടാണ് എല്ലാവരും ഒന്ന് പാനിക് ചെയ്തത്. 61-ലെ ഒരു പ്രളയം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു പ്രളയത്തെ തുടർന്ന് 61-ല് ഒരു ഇംഗ്ലീഷ് പത്രം പ്രസിദ്ധീകരിച്ചു ഡാം സേഫ്റ്റി അല്ല എന്ന്. അതിൽ തുടർന്നാണ് നമ്മൾ മലയാളികൾ ഇത്രയും കോൺഷ്യസ് ആയത്. അതിനു മുന്നേയും ഡാമിൽ മലയാളികൾ ഇപ്പോഴും കോൺഷ്യസ് അല്ല, ഇപ്പോഴും കോൺഷ്യസ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ നാളെ അല്ലെങ്കിൽ ഇന്ന് ഈ ഡാം തകർന്നു വീഴുന്നു കണ്ടു കഴിഞ്ഞാൽ കൊച്ചുമക്കളെയും കൊണ്ട് ഓടൂല്ലേ? ഒട്ടും കോൺഷ്യസ് അല്ല. അപ്പൊ പിന്നെ അവർ കോൺഷ്യസ് ആവാൻ എന്ത് ചെയ്യണം എന്നാ സാർ പറയുന്നത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പണ്ടൊരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെൻസിങ് അറിയാവോ, ചൈനയില്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ആളുകളെ പാനിക് ആക്കുന്ന ഈ ഡാം പൊട്ടുമെന്ന് ഇങ്ങനെ ഉറക്കെ പറയുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഡാം പൊട്ടില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പൊട്ടില്ല എന്നാ പറയുന്നത്. പൊട്ടുമെന്ന് പറയുന്നത് വിദഗ്ധ ഏജൻസികളാണ്. അവരെന്തുകൊണ്ടാണ് വിദഗ്ധ ഏജൻസികളോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പ്രതിനിധിയോ ഇതുവരെ സംസാരിക്കാത്തത്? സാറ് ആ ഒരു വക്താവായിട്ട് നിന്ന് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ലതിക മാഡത്തോട് ചോദിക്കും, സർക്കാരിന്റെ ആളല്ലേ. KSEB ചെയർമാനായ ശ്രീമതി ലതിക മാഡം എന്തിനാണ് ഈ ആലോചന സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് അവരോട് ചോദിക്കും. അല്ല, സാറിങ്ങനെ ഓടി നടന്നിട്ട് ഇപ്പൊ ഒരുപാട് ഇതിൽ ഞാൻ കണ്ടിരുന്നു, ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, ഡാം പൊട്ടും ഷുവർ, ഡാമിന് വളവുണ്ട്, അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അത് വളഞ്ഞു പോയി. ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ, സാറിന്റെ വീട് എവിടെയാണ് ശരിക്കും? ആലുവ. സ്വന്തം വീട് ആലുവ. പിന്നെ മുല്ലപ്പെരിയാർ ഡാം സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ അത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നാണോ? അതെ, അതായത് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞ ഈ ഒരു വിഷയമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് 3 തവണ തീവ്രമാകുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം 3 തവണ ഈ ഡാം നമ്മൾ റീകൺസ്ട്രക്ഷൻ നടത്തിയിരുന്നു. അതായത് ഇതിനെ ഏതൊക്കെ തരത്തിൽ 2 സ്റ്റേറ്റുകൾ, അതായത് തമിഴ്നാടും കേരളവും ഒരേപോലെ നിന്നപ്പോൾ കേന്ദ്രം ഇടപെട്ടിട്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ തന്നെ ഇതിലെ 2006-ലെ വിധി അവർക്ക് അനുകൂലമായപ്പോഴും ഇത് റീകൺസ്ട്രക്ഷൻ അതിന് മുന്നേ നടത്തിയിരുന്നു. റീകൺസ്ട്രക്ഷൻ എങ്ങനെ ഒരു ഡാം നടത്തുന്നത്? അതിനെ തുടർന്ന് പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ ബലവത്താക്കാൻ വേണ്ടി 3 വർക്കുകൾ അവർ നടത്തിയിരുന്നു. അവർ കൃത്യമായി ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് 3 തരത്തിലുള്ള വർക്കാണ് ഇവിടെ നടത്തേണ്ടത്. എന്താ പേര്? എന്റെയോ? ശരണ്യ. നടക്കില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചാൽ ഒരു റിപ്പയറിംഗ് നടക്കൂല. അപ്പൊ ഇവിടെയുള്ള എഞ്ചിനീയർമാരും ഈ പറയുന്ന സുപ്രീം കോടതിയൊക്കെ പൊട്ടരാണെന്നാണോ പറയുന്നത്? സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. സുപ്രീം കോടതിയിൽ എന്ത് പറഞ്ഞു പറയണത്? ഈ ഡാം 3 തവണ റീകൺസ്ട്രക്ഷൻ. സാറ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ അവരോട് പറയുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ് സാറ് ഈ ഒരു സമിതിയിൽ അംഗമായിരുന്നു. അംഗമായിരുന്ന സമിതിയിൽ അദ്ദേഹം സമർപ്പിച്ച ഒരു റിപ്പോർട്ട് ഡാം 3 തവണ റീകൺസ്ട്രക്ഷൻ നടത്തിയത് കൊണ്ട് തന്നെ ആ ഡാം പുതിയൊരു ഡാമിന് തുല്യമാണെന്നും ഒരു ജഡ്ജി പറയുന്നു. ഒരു ജഡ്ജ് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത്? ഇത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പൊട്ടുമെന്ന് പറയുന്നത്? ഞാൻ പൊട്ടൂന്ന് പറയുന്നില്ലല്ലോ, ഞാൻ പറയണ പൊട്ടില്ല എന്നാണ് പറയുന്നത്. സാറിന്റെ എല്ലാ ഇന്റർവ്യൂവിലും സാർ ഇത് പൊട്ടും അതെങ്ങനെ പറയുന്നു? വിദഗ്ധ ഏജൻസികളുടെ വിദഗ്ധ ഏജൻസിയുടെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഈ ഇന്റർവ്യൂവിൽ താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ഈ റിപ്പോർട്ടും കൊണ്ട് നടക്കണ പോണ വഴിക്കൊക്കെ. ഐക്യരാഷ്ട്രസഭയുടെ അക്കാഡമിക് വിങ് ഉണ്ട്, അത് നിങ്ങൾ എഴുതി ചോദിക്കുക, അവരയച്ചു തരും. ഇല്ല സാർ, നമ്മൾ ഒരു സുപ്രീം കോടതിയിൽ ഹാജരാക്കേണ്ടത് കേരള സർക്കാർ വലുത് ഹാജരാക്കേണ്ടി സുപ്രീം കോടതിയിൽ കൊടുക്ക്, വിവരാവകാശം വെച്ച് കൊടുക്ക്, നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കേരള സർക്കാരിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് എഴുതി നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കിട്ടുന്നതിന്റെ അല്ല, സാറാണ് ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ വക്താവായിട്ട് എല്ലായിടത്തും സംസാരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ KSEB. അത് മീഡിയയിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ആവശ്യം? നിങ്ങൾ സുപ്രീം കോടതി പോയി അപേക്ഷ കൊടുക്ക്. ഞാൻ ഈ മീഡിയക്കാരുടെ മുമ്പിലൊക്കെ ഞാൻ പത്രപ്രവർത്തകനാണോ? ഞാൻ ചോദിക്കട്ടെ, സാർ പബ്ലിക് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ടോ ഈ കേസിൽ? ഞാൻ റിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. എന്നും പറഞ്ഞാണ് ഞാൻ ഇതിന്റെ അടിയിലാണ്. എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഡാം 130 വർഷം മുമ്പ് പഴക്കമുള്ള ഡാമിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. എന്റെ ഫിയർ മാറ്റണം. ഈ പറഞ്ഞ ഏജൻസികളൊക്കെ എങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടൊക്കെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കണേ. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി ഉത്തരവിട്ട 2017-ലും 2018-ലും ഒക്കെ ഉത്തരവിട്ടത്. എന്തായിരുന്നു സാറിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് എന്തായിരുന്നു? കേരളത്തിന് അനുകൂലമായിട്ട് ഞാൻ ഇന്റർനാഷണൽ എക്സ്പേർട്സ് വന്ന് ഡാം പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് 2017 കേസ് കൊടുത്തത്. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി എന്താ പറഞ്ഞെന്നുള്ളത് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തമിഴ് മീഡിയസും.
അവർ പറഞ്ഞിരിക്കണത് എന്താന്ന് വെച്ചാൽ സുപ്രീം കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയാണ് ചോദിച്ചത്, ഒരു പഴയ ഡാമിന് പകരം പുതിയ ഡാം പണിതുകൂടെന്ന് ചോദിച്ചു. ശരിയല്ലേ? നമ്മളൊരു സൈക്കിള് പഴയതായ പുതിയൊരു സൈക്കിൾ മേടിക്കും, കാറ് പഴയതായാൽ പുതിയൊരു കാറ് മേടിക്കും, വീട് പഴയതായാൽ പുതിയൊരു വീട് നിർമ്മിക്കും. പഴയ ഡാമിനെ കുറിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിഡ്ഢികളാണെന്ന് നമ്മൾ നോക്ക്. 130 വർഷം പഴക്കമുള്ള ഒരു ഡാം വെച്ചിട്ട് സമാധാനമായിട്ട് ഇതിന്റെ അടി കിടക്കുന്ന പമ്പര വിഡ്ഢികളല്ലേ കേരളത്തിലെ ജനങ്ങള്. അപ്പൊ എന്ത് ചെയ്യണമെന്നാണ് ഈ സുപ്രീം കോടതി ചോദിച്ചതാണ്, നിങ്ങൾ ഈ പഴയ ഡാമിന് ഒരു പുതിയ ഡാം പണിതാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതൊന്ന്. ആരോട് ചോദിച്ചു? 3 സർക്കാരുകളോട് ചോദിച്ചു. എന്റെ കേസിലാണ് കേന്ദ്ര സർക്കാർ ആദ്യമായിട്ട് പ്രധാനമന്ത്രി എതിർകക്ഷിയായിട്ട് വന്നത്. സുപ്രീം കോടതി ഡാം പുതിയതൊരെണ്ണം പണിയണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണോ സാർ പറയുന്നത്? ചോദിച്ചു എന്നാണ് പറയുന്നത് കേരള സർക്കാരിനോട്? അല്ല, ഒരു പഴയ ഡാമിന് പകരം എന്തുകൊണ്ട് ഒരു പുതിയ ഡാം പണിതുകൂടാന്നാ ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കാം എന്നാ സാറ് വിചാരിക്കുന്നത്? പഴയത് നമ്മൾ മാറ്റിക്കളയില്ലേ? നമ്മളെന്തിനാ അങ്ങനെ നമുക്ക് അത്രയും ബോധമില്ലേ? പഴയ സാധനങ്ങളൊക്കെ മാറ്റി പുതിയത് വിടും. അല്ല, അതിലേക്ക് ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാവേ. ഈ പഴയ കാര്യങ്ങൾ സാർ പറഞ്ഞു, നമ്മൾക്കൊരു കാറ് വന്നാൽ സൈക്കിള് വന്നാൽ പഴയതായ നമ്മളെല്ലാം മാറ്റും എന്ന് പറഞ്ഞു. കാറും സൈക്കിളും എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാത്രം വസ്തുക്കളാണ്. ഓക്കെ, എനിക്ക് കാറ് പഴയതായ എൻ്റെ വസ്തുവാണത്. ഞാൻ മാറ്റണമെങ്കിൽ ഞാൻ തീരുമാനിച്ചു എനിക്ക് പുതിയ ഇതിലേക്ക് വരാം. പക്ഷെ ഡാം എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ പോലെ അല്ല പമ്പര വിഡ്ഢികളായ ഒരുപാട് മനുഷ്യന്മാർ, ഇപ്പം സാറാണ് ആ വാക്കെടുത്ത് പറഞ്ഞത്, ഇത്രയും മനുഷ്യന്മാരുടെ ജീവനും സ്വത്തിനും എല്ലാം എന്താ പറയുക ഭീഷണിയായിട്ടുള്ള ഒരു ഇതാണെന്നാണ് സാർ ഉയർത്തിക്കാട്ടുന്നത്. സുപ്രീം കോടതി പറഞ്ഞത് സാറ് പിന്നെ സുപ്രീം കോടതി സാറാണ് എല്ലാ മാധ്യമങ്ങളിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ചോദിക്കുക. സുപ്രീം കോടതി പറഞ്ഞത് ഇതാണ്, ഒരു പഴയ ഡാമിന് പകരം എന്തുകൊണ്ട് ഒരു പുതിയ ഡാം പണിതുകൂടാ എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയാണ് 3 സർക്കാരുകളോടാ ചോദിച്ചത്. ഒന്ന്, എന്നിട്ട് അത് ആരാണ് എതിർത്തത്? പുതിയ ഡാം എതിർക്കണോ? മിണ്ടിയില്ല. ആരും മിണ്ടിയില്ലെന്ന്. അങ്ങനെയല്ല സാർ, ഈ സുപ്രീം കോടതി അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഡാം പുതിയത് പണിയണമെന്നുണ്ട്. ഞാൻ സാറിന്റെ കേസിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ലഭ്യമായ വിവരങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, പുതിയൊരു ഡാം പണിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിനാണ് അതിന്റെ പൂർണ്ണ. എന്തെന്ന് നിങ്ങൾ ഈ പറയണേ? ഞാൻ എന്റെ കേസിൽ പറഞ്ഞ കാര്യം ഞാനല്ലേ പറയേണ്ടത്? ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് എടുത്ത് നോക്ക്. എങ്കിൽ സാറ് പറയൂ, ആരാണ് പിന്നെ മിണ്ടാത്തത്? ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ 3 സർക്കാരുകൾ മിണ്ടിയില്ല. രണ്ടാമത്തെ ചോദ്യമുണ്ട്, നിങ്ങൾ ഇതിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കാണെന്ന 3 സർക്കാരുകളോട് സുപ്രീം കോടതി ചോദിച്ചത്. അപ്പോഴും മിണ്ടിയിട്ടില്ല. ആ സാറിന്റെ വിധി എനിക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? NDTVയുടെ റിപ്പോർട്ട് ഉണ്ടെന്ന് 2018. NDTVയുടെ റിപ്പോർട്ടല്ല ഞാൻ ചോദിച്ചത്, സാറിന്റെ ഈ അങ്ങനെ വിധിച്ചതല്ല പറഞ്ഞത്, ചോദ്യം ചോദിച്ചതാണ് പറഞ്ഞത്. നിങ്ങൾ സുപ്രീം കോടതിയുടെ പ്രൊസീജിയർ അറിയോ? സാർ പ്രൊസീജിയർ അറിയില്ലെങ്കിലും സാർ ഇപ്പൊ പറഞ്ഞു വന്നത് അത് NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അക്കാലത്ത് തന്നെ. അത് ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സാർ ഇങ്ങനെ സാറിന്റെ റിപ്പോർട്ടിൽ പുതിയ ഡാം പണിയണം എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എങ്ങനെയാ? ഒരു ചോദ്യം കൂടി ചോദിച്ചായിരുന്നു. നിങ്ങൾ അവസരത്തിനൊത്ത് ഉയരാത്തത് എന്താണെന്ന് 3 സർക്കാരുകളോടും ചോദിച്ചതാ. ഇതല്ലാണ്ട് ഇവരോടൊക്കെ എന്താ ചോദിക്കുക? ഒരു ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഗവൺമെന്റിനോട് എന്താ ചോദിക്കുക? ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ പറയുന്നു, മറ്റുള്ളവർ പറയുന്ന എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ സാറ് മുല്ലപ്പെരിയാറ് പൊട്ടുമെന്ന് പറയുന്നില്ല, അവര് പറയുന്നു പൊട്ടും. പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടു എന്ന് പറഞ്ഞത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പൊട്ടു എന്ന് പറയുന്നു, ചാനലിൽ വന്നിരുന്നു പൊട്ടു എന്ന് പറയുന്നു. എന്നാ പൊട്ടുന്നേ? എന്നാണ് ആർക്ക് പറയാൻ പറ്റും? അത്ര താങ്കൾ മരിക്കുന്നത് എന്നാ താങ്കൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ അങ്ങനെ ഇത് പറയാൻ പറ്റും? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത്ര കോൺഫിഡന്റോടെ അത് പൊട്ടുമെന്ന് സാറിന് പറയാൻ? തീയതി പറഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ റിപ്പോർട്ട്സ് ആണ് ഞാൻ ഉദ്ധരിക്കുന്നത്, അല്ലാതെ ഞാൻ പറയാം. ഇതുവരെ ഒരു ചാനലിൽ ഒരു റിപ്പോർട്ട് കാണിച്ചത് ഞാൻ ആരും ചോദിച്ചിട്ടില്ല. കാരണം എന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേരളത്തിന് വേണ്ടി നിലവിളിച്ച് പറയുന്നത്. സുപ്രീം കോടതി പോകുന്നു. സാർ ഈ നിലവിളിക്കുന്നു എന്ന് പറയുന്നതിൽ ആളുകളെ പാനിക് ആക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയാവോ? ആളുകൾ നമ്മുടെ മുറിയില് ഇപ്പൊ ഇത്രയും പേരിയ്ക്കുന്നു. ഇവിടെ ഒരു മൂർഖം ബാബു വന്ന് നടുക്ക് നിൽക്കുന്നു. ഞാൻ പാനിക്കാവാണ്ട് അത് അവിടെ ഇരിക്കണമെന്ന് പറയണോ? അവിടെ ഇരുന്നോട്ടെ മൂർഖം ബാബു, ഞാൻ അങ്ങനെ ഇരുന്നോളാം, കട്ടലേ കയറി കിടക്കാം. അങ്ങനെയാണോ നമ്മൾ തീരുമാനിക്കുന്നത്? ഇതാണോ സാർ ഒരു മൂർഖം പാമ്പിനെ തുല്യമായിട്ടാണോ ഒരു ഡാമിനെ കുറിച്ച്? അതിന്റെ 10,000 മൂർഖം പാമ്പാണ്. ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ.
ഈ ഡാം എന്ന് സാർ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു. ഡാമിന്റെ 3 റീകൺസ്ട്രക്ഷൻ, അതായത് അവർ പറഞ്ഞ ബലപ്പെടുത്താനുള്ള 3 ഇത് നടത്തിയിട്ടുണ്ട്. 3 സ്റ്റെപ്പായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ 10 മീറ്ററിന് ഇടയ്ക്ക് പൈലിംഗ് നടത്തിയിട്ട് ഒരു കമ്പി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കമ്പി ഇറക്കി. സാർ അങ്ങനെ സംസാരിക്കരുത്. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിൽ ആളുകളെ പാനിക് ആക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ്. ഈ പേടി എന്ന് പറയുന്ന ഒരു വികാരം തന്നേക്കുന്നത് മനുഷ്യന്റെ നന്മയ്ക്കാണ്. അപ്പൊ ഈ പേടിപ്പിച്ചിട്ട് എന്താണ് സാർ? ഞാൻ പേടിപ്പിക്കല്ല, വസ്തുതകൾ പറയാൻ. അതിൽ നിന്ന് പേടിയാണ് ഒരാൾക്ക് തോന്നണമെങ്കിൽ തോന്നണം പേടി. തോന്നിയ ആൾക്കാർ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? പ്രിക്കോഷൻസ് എടുക്കും. മൂർഖം പാമ്പ് ഇവിടെ ഇടിക്കും, ഒന്നെങ്കിൽ ആ മൂർഖം പാമ്പിനെ പുറത്താക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന ആളെ പുറത്തേക്ക് ഇറങ്ങി പോകും. അപ്പൊ എന്ത് ചെയ്യണം? ഈ കേട്ടവരെല്ലാരും ഇവിടെ നിന്ന് പോണോ? അല്ല, ഡാം ഡീകമ്മീഷൻ ചെയ്യണം. അതിലെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഡാം പൊളിച്ചു കളയണം നമ്മുടെ നെഞ്ചത്ത് നിന്ന്, തലയ്ക്ക് മുകളിൽ നിന്ന്. ഈ ഇപ്പൊ കേട്ടവരെല്ലാം ചെന്ന് പൊളിക്കണം എന്നാണോ? കേട്ടവരല്ല, കേട്ടവരുടെ റെപ്രസെന്റേറ്റീവ് ആണല്ലോ ഗവൺമെന്റ്. അൾട്ടിമേറ്റ് പവർ സിറ്റിസന്റെ കയ്യിലാണ്. അപ്പൊ ഗവൺമെന്റ് ഉറങ്ങുകയാണോ? അതാണ് സുപ്രീം കോടതി ചോദിച്ചത്. പിന്നീട് ഒന്നും സുപ്രീം കോടതി ചോദിച്ചിട്ടില്ലേ? വിധി പറഞ്ഞു. എന്തായിരുന്നു വിധി? നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും ഉറപ്പാക്കണം. ഒരാൾ പോലും മരിക്കാൻ പാടില്ല, ഒരാളുടെ സ്വത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ 3 ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കണം. തമിഴ്നാട് 1, കേന്ദ്ര സർക്കാർ 1, കേരളം 1. അടിവരയിട്ട് പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ഒരാൾക്കും ജീവാപായം ഉണ്ടാവാൻ പാടില്ല, ഒരാളുടെ സ്വത്തും നഷ്ടപ്പെടാൻ പാടില്ല. ഈ പറഞ്ഞ 3 സർക്കാരുകളും ജനങ്ങളെ വെച്ചിട്ട് ചൂതാടുകയാണെന്ന് തന്നെയാണോ സാർ പറയുന്നത്? അങ്ങനെ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? ശരണ്യല്ലേ പറഞ്ഞത്? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചൂതാടുകയാണെന്ന് പറഞ്ഞത്? ശരണ്യാണ് ഇപ്പോ. അല്ല, സാറ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാരിന് ഒരു ഉത്തരവാദിത്തമില്ല. അഡ്വക്കേറ്റ് റസൽ റോയിക്ക് മാത്രമാണ് ഇത്, എനിക്ക് മാത്രമാണ് മനസ്സിലായ കാര്യമാണ്, ഞാൻ അതുകൊണ്ട് ഉറക്കെ പറയുന്നു എന്ന് പറയുന്നത്. അതല്ലേ വേറൊരാൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ഈ പറച്ചിൽ നിർത്താം. മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയിൽ ഒരു അംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം 2012 തന്നെ, 11 ശേഷം 12 അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ട് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് മാർഗം പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അദ്ദേഹം ജനങ്ങളെ ഇളക്കി വിട്ട് സമരം നടത്തിയത് പുതിയ ഡാം പുതിയ കരാർ എന്ന് പറഞ്ഞിട്ടല്ലേ? അതെ. അതിനുശേഷം അത് അദ്ദേഹത്തിന്റെ വീടും ഈ മുല്ലപ്പെരിയാറിന്റെ അടുത്തായിരുന്നു. അദ്ദേഹം അതിനുശേഷം മുല്ലപ്പെരിയാറിന്റെ അടുത്തൊന്നുമല്ല, അതിനേക്കാൾ ഉയർന്ന സ്ഥലത്താണ്. അദ്ദേഹം ഒരു സൊല്യൂഷൻ പറഞ്ഞിരുന്നു. എന്തിനു പറയണം? അദ്ദേഹം ജനങ്ങളെ ഇളക്കി വിട്ടത് പുതിയ ഡാം പുതിയ കരാർ എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, അദ്ദേഹം ആ സൊല്യൂഷൻ പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട് കോടതി. ഏത് കോടതി അംഗീകരിച്ചു? രണ്ടാമതൊരു ടണൽ എന്നുള്ളത്. ഏത് കോടതി ഇന്ത്യയിൽ അംഗീകരിച്ച്? സുപ്രീം കോടതി. ജഡ്ജ്മെന്റ് ഒന്ന് കാണിക്ക്. ഇതന്നെയല്ലേ ഞാനും കുറച്ചു മുമ്പ് പറഞ്ഞേ. എന്ത്? ഞാൻ ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ജഡ്ജ്മെന്റും സകല ഫയലും കൊണ്ട് പോകണം. എനിക്കത് സൗകര്യമില്ല. അത് ചെയ്യണം സാർ. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോ ആ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. അത് കാണിച്ചിട്ട് വേണം എന്നോട് ചോദിക്കാനായിട്ട്. അല്ലാണ്ട് ഞാനിതും കൊണ്ട് വഴിയെ നടക്കണോ? സാറൊരു വക്കീലല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്താണ് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. വക്കീല് കോടതിയിലാണ്, അല്ലാണ്ട് ഇന്റർവ്യൂവിലെ വക്കീൽ എന്നല്ല ഞാൻ ചോദിച്ചത്. ഒരു വക്കീലാകുമ്പോ നമ്മൾ എന്താണ് ഏറ്റവും ആദ്യം ഒരാളുടെ എന്ന് മേടിക്കുന്നത്? എന്ത് മേടിക്കുന്നത്? തെളിവല്ലേ ചോദിക്കുന്നത്? നിങ്ങൾ കോടതി ഹാജരാക്കാനാണ്, അല്ലാണ്ട് നാട് മുഴുക്ക പോകുമ്പോ കൊണ്ടു നടക്കാനല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കെ പൊട്ടുമെന്ന് ഇങ്ങനെ ഒരു ഉറപ്പുമില്ലാണ്ട് പറയുന്നത്? അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. സുപ്രീം കോടതിയിൽ ജഡ്ജ്മെന്റിൽ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ. 2012 തന്നെയാണ്. അന്ന് CD തട്ടെ മുൻ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കെയർ ഓഫിലായിരുന്നു ഇത് കൃത്യമായിട്ട് പറഞ്ഞത്. പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ജഡ്ജ്മെന്റ് കാണിക്കേ. ജഡ്ജ്മെന്റ് എന്റെ കയ്യിലില്ല. ഞാൻ ജഡ്ജ്മെന്റ് പറയുന്നത്. സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതേ അടിസ്ഥാനത്തിലാണ് ഞാനും പറയുന്നത്. ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. വന്നിരിക്കണതേ എല്ലാ തെളിവും എടുത്തുകൊണ്ടൊന്ന് എന്നല്ല, ഞാൻ ശരണ്യല്ല ബോധിപ്പിക്കേണ്ടത്. ഇത് കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് 3-4 ദിവസമായിട്ട് എന്റെ ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങളുടെ ഇന്റർവ്യൂ കറങ്ങി നടക്കുന്നുണ്ട്. ഞാനൊരു നോർമലായ വ്യക്തിയാണ്, അതായത് സാധാരണക്കാരി. എന്റെ അമ്മയൊക്കെ പാനിക്കായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ഓരോ കാര്യങ്ങളും. പഠിക്കാത്തതുകൊണ്ടാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എടുത്ത് പഠിക്കുക. പഠിച്ചിട്ടാണോ സാധാരണക്കാരനോട് നിങ്ങൾ പറയുന്നത്? അല്ല, അതിൽ എവിടെയാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടെന്നുള്ളത് ജഡ്ജ്മെന്റിൽ ഒന്ന് കാണിക്കേ. ഞാൻ ചോദിച്ചത്, ജഡ്ജ്മെന്റിൽ 2 കാര്യമുണ്ട് ശരണി. എനിക്ക് മനസ്സിലായി സംഭവമൊക്കെ. ജഡ്ജ്മെന്റിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഓബിറ്റർ ഡിക്റ്റ, രണ്ടാമത് ഡിക്റ്റം. ഇതിൽ എന്താണ് ഈ പറയുന്ന കാര്യം? ഓബിറ്റർ ഡിക്റ്റയാണോ ഡിക്റ്റമാണോ? എനിക്കറിയില്ല സാർ. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്.
സാർ അറിയുന്ന കാര്യം അറിയാൻ പറ്റാത്തൊരു കാര്യം സാറിനോടല്ലേ ചോദിക്കുന്നത്? ഏറ്റവും കൂടുതൽ അതിന് മുല്ലപ്പെരിയാറിനെ ഞാൻ കുറിച്ച് പറഞ്ഞു, പഠിച്ച അങ്ങനെ ഒരാളോടല്ലേ ഒരു സംഭവം ചോദിക്കുന്നത്? ഇല്ല. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. പിന്നെ അവര് നുണ പറഞ്ഞതാണോ? ജഡ്ജ്മെന്റ് എടുത്ത് കാണിച്ചിട്ട് പറ, ഇത് ഓബിട്ടോ ഡിക്റ്റ് ആണോ ഡിക്റ്റ് ആണെന്നുള്ള പറയും. സാറ് ആദ്യമേ തന്നെ വന്ന് പറഞ്ഞു, പലരും പറയുന്ന കേട്ടിട്ടാണ് സാറ് പറയുന്നത്, വിദഗ്ധർ പറയുന്ന കേട്ടിട്ടുള്ള മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള സംഗതി. നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള അവിടുത്തെ വിഷയം മാറിപ്പോയല്ലേ. സുപ്രീം കോടതി ടണൽ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയത് ജഡ്ജ്മെന്റ് ആയിട്ട് ഇറക്കി എന്ന് പറയുന്നത്. ജഡ്ജ്മെന്റ് ആയിട്ട് ഇറക്കിയിട്ടില്ല, അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഇത് കമ്മീഷനിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് അല്ലേ? സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്? ഈ പറഞ്ഞ ഈ 50 അടിയിൽ ഇപ്പൊ നിൽക്കുന്ന ടണലിന്റെ 105 അടിയിൽ നിന്ന് 105 അടിയിൽ 106 അടിയിൽ നിന്ന് 50 അടി, അതായത് 56 അടി താഴ്ത്തി ഒരു ടണലും കൂടെ വെക്കണം എന്നുള്ളൊരു ആവശ്യം നമ്മളൊരു കൊടുത്തിട്ടില്ലേ? ആര് കൊടുത്തു? CD തട്ടെ അവർക്ക് ഒരു സമ്മതി കൊടുത്തിട്ടില്ലേ? അല്ല, കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ വെച്ചിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. വെച്ചിട്ടുണ്ടാവും, അതിനിപ്പോ എന്താ പ്രശ്നം? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഡാം പെട്ടെന്ന് തന്നെ പൊളിച്ചിട്ട് കളയണം അല്ലെങ്കിൽ പൊട്ടും എന്നിങ്ങനെ? അത് അൺസയന്റിഫിക് ആണ്. ആ ഒരു നിർദ്ദേശം അൺസയന്റിഫിക് ആണ്. അത് സ്വീകരിക്കാൻ പറ്റൂല. അൺസയന്റിഫിക് ആണ്. പിന്നെ സയന്റിഫിക് ആയിട്ട് നമുക്ക് എന്താണ് ഈ ഡാം അൾട്ടിമേറ്റ്? അതിന്റെ മുകളിൽ അതിന് വേറൊരു ഡാം ഉണ്ട്, കക്കി ഡാം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില്. അവിടെ നിന്ന് ഒരു 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. ഈ കക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, ഇതിൽ കൂടുതൽ വെള്ളം കിട്ടുകയും ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുതിയ കരാർ വരും. പുതിയ കരാർ വരുമ്പോ 50,000 കോടി ഉണ്ടാക്കുന്നു, തമിഴ്നാട് എക്സ്ചക്കറിലേക്ക് വരുന്നു എന്ന് തമിഴ്നാട് പറയുന്നതിൽ ഒരു 10,000 കോടിയെങ്കിലും കേരള ഖജനാവിലേക്ക് എടുത്തു വെക്കേണ്ടി വരും. 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിൽ തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്, കേരളം ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. നമുക്ക് ആ ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് തരേണ്ടി വരും, നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ടണൽ സിദ്ധാന്തമൊക്കെ പറഞ്ഞു വരുന്നത്. 999 വർഷക്കാലത്തെ കരാറ് നിലനിർത്താൻ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള നമ്മളെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അവിടെ നിലനിർത്തണം ഇവന്മാർക്ക്. അതിനാണ് ഈ വക സിദ്ധാന്തം കൊണ്ടുവരുന്നത്. 999 വർഷത്തെ കരാറ് നിലനിർത്തണം. നമ്മുടെ മക്കളും അതിൻ്റെ മക്കളും 10 നൂറ്റാണ്ടുകളോളം കേരളത്തെ അടിമകളാക്കി നിർത്തണം. അതിനാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 999 വർഷം എന്നുള്ളത് നടത്തിയിരിക്കുന്നത് 1892 ഇത് കമ്മീഷൻ ഇത് പാട്ടക്കരാർ നൽകുന്നത്. അതിനുശേഷം ഈ ഞാൻ പറഞ്ഞില്ലേ 70 ഇത് തിരുത്തി അല്ലെങ്കിൽ ഒന്നുകൂടെ പുനഃ ചെയ്തപ്പോൾ അതിൽ വീണ്ടും ഒരു 999 വർഷം നമ്മൾ എടുത്തു കളഞ്ഞു. ആദ്യത്തെ മുതലാണ് 900, അതായത് 1886 കരാറ് അന്ന് തൊട്ടുള്ള 999 പ്രാബല്യം കൊടുത്ത് ആണ് 70 കരാറുണ്ടാക്കി. ഇപ്പൊ വീണ്ടും ഈ ഒരു കാര്യത്തിലേക്ക് വന്നാൽ മുല്ലപ്പെരിയാർ സേവ് കേരളം എന്നുള്ള ഒരു ടാഗ് പോലെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നലെ വന്ന് മുല്ലപ്പെരിയാർ തമിഴ്നാട്ടിലെ വിദഗ്ധ സംഘം വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. എന്റെ ശരണ്യ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ അങ്ങനെ ഒരു വിദഗ്ധ സംഘം ഇല്ല. അപ്പൊ പിന്നെ സാറ് പറയുന്ന ഈ വിദഗ്ധ പഠനമൊക്കെ അപ്പൊ അങ്ങനെ ഇല്ലേ? ഞാൻ പറയുന്നുണ്ട്. അപ്പം ഈ മറ്റേ പറയുന്ന വിദഗ്ധ സംഘം ഇല്ലേ? അത് വിദഗ്ധ സംഘം അല്ല. പിന്നെ അതെന്ത് സംഘം? സിവിൽ എഞ്ചിനീയേഴ്സ്. സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലേ ഈ പറയുന്ന ഡാമിന്റെ കാര്യങ്ങളും സ്ട്രക്ചേഴ്സും ഒക്കെ നോക്കുന്നേ? അവര് മാത്രമല്ല, പിന്നെ ആരൊക്കെയാണ്? ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സീസ്മോളജിസ്റ്റുകൾ വേണം, വേറെയും ശാസ്ത്രശാഖകളിലെ പ്രമുഖർ വേണം. എൻ്റെ കാര്യം ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് ആളുകളെ പറഞ്ഞ് പരിഭ്രാന്തി പരത്തുന്നത് എന്തിനാണ്? അത്രയുള്ള എൻ്റെ ചോദ്യം ആദ്യം തൊട്ട്. അല്ല, ഇത് ഞാനല്ല പറയുന്നത്. ഇത് അങ്ങനെയാണെങ്കിൽ 1964 ഡോക്ടർ KC തോമസ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത്. KC തോമസ് പറഞ്ഞ അന്ന് മീഡിയ ഇല്ലല്ലോ സാർ, അല്ലെങ്കിൽ അത് രേഖയാണ്, സുപ്രീം കോടതിയുടെ രേഖയാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യാം. അപ്പൊ തമിഴ്നാട് വന്ന് താണു വീണ് പറഞ്ഞ് ഞങ്ങൾ റിപ്പയർ ചെയ്തോളാം. അങ്ങനെ റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പൊ 3 റിപ്പയറിംഗ് നടത്തിയെന്ന് പറയുന്നത് നുണയാണെന്നാണോ പറയുന്നത്? അത് നടത്തിയപ്പോ ഒന്നോടെ ഡാം വീക്കായി, അത്രേ ഉള്ളൂ. അതെങ്ങനെയാണ്? അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇതിൽ പാണ്ഡിത്യമൊന്നും വേണ്ട. അതായത് ഒരു ഡാം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പണിയുന്ന ഈ ഭിത്തി പോലെയൊന്നും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഭിത്തിയാണെങ്കിൽ നിൽക്കും.
പക്ഷെ ഈ വെള്ളത്തിൽ നിൽക്കില്ല സാർ. അതിനാണ് ആ ഡാമിന്റെ ഒരു പ്രത്യേകത തന്നെ. ഭൂഗുരുത്വാകർഷണത്തിൽ നിലനിൽക്കുന്ന ഒരു ഡാമാണ്, ഗ്രാവിറ്റി ഡാമാണത്. അതിന്റെ ദൈവമേ, ഈ എല്ലാ ഡാമുകളും തകർന്ന ഒരു ഡാം, ലോകത്തിലെ ആദ്യം ഉണ്ടാക്കിയ ഡാമുകളെല്ലാം ഗ്രാവിറ്റി ഡാംസ് ആണ്. അത് ഒരു വർഷം ഒരു ഡാമെങ്കിലും തകരുന്നുണ്ട്. ഈ തകർന്ന ഡാമുകളിൽ ഏറിയ കുറവ് ഗ്രാവിറ്റി ഡാംസ് ആണ്. ഈ ഗ്രാവിറ്റി ഡാമിന്റെ ഇതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്ത് അതിനെ സ്ട്രക്ചറലി അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും വലിയ സാധിക്കില്ല എന്നാണ് ഞാൻ പറയണത്. കാരണമുണ്ട്. ഒരു കാര്യം ചെയ്തത് കേബിൾ ആങ്കറിംഗ് ആണ്. കേബിൾ ആങ്കറിംഗ് എന്ന് പറയണത് എന്താണെന്നറിയോ? എന്താണ്? ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത്, ഞാൻ 10 മീറ്റർ ഇടവിട്ട് പൈപ്പ് ഗ്രില്ലിങ് നടത്തി അതിലൂടെ കേബിൾ ഇറക്കി പിന്നീട് ഒരു മിശ്രിതം കൂടെ പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മിശ്രിതം കൂടി ഇട്ട് അതിൻ്റെ അടി വരെ പോയിട്ടുണ്ട്. അടി വരെ ചെന്നിട്ട് അതിനെ ഒന്നുകൂടെ, അതായത് അടിത്തട്ട് ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരണ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായോ? ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്ത് സുർക്കി എന്ന് പറഞ്ഞ ഒരു കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ്. അറിയാവോ? അതറിയാം സാർ. ഓക്കെ. അത് കോൺക്രീറ്റ് തുല്യമായിട്ടുള്ള സാധനമാണ്. കോൺക്രീറ്റ് അങ്ങനെ ഞാൻ പറയത്തില്ല, അതൊരു കോൺക്രീറ്റ് ആണ്. ഓക്കെ, അന്നത്തെ കാലത്തെ കോൺക്രീറ്റ് ആണ്. എക്സാക്ട്ലി. അത് ഇന്നത്തെ കോൺക്രീറ്റ് ഉണ്ട്. ഇന്നത്തെ കോൺക്രീറ്റിന് M30 കോൺക്രീറ്റ് എന്നാ പറയുന്നത്. മറ്റേ കോൺക്രീറ്റിന് പറയണത്, അതായത് സുർക്കി മിക്സ്ചറിന് പറയണത് M5 കോൺക്രീറ്റ്. അതായത് ഇന്നത്തെ കോൺക്രീറ്റിന്റെ 1/6 ശക്തിയുള്ള കോൺക്രീറ്റായി പറയുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയാവോ ശരണ്യക്ക്? ചുണ്ണാമ്പും മണലും സുർക്കി മിശ്രിതത്തിൽ അടിച്ചേക്കുന്നു. വേറൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. എക്സാക്ട്ലി. അത് സുർക്കി മിക്സ്ചർ എന്താണ് എന്നുള്ളത് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത പെനിക്കുക്ക് എന്ന് പറയുന്ന എഞ്ചിനീയറുടെ അസിസ്റ്റന്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശരണ്യ പറഞ്ഞ പോലെ ചുണ്ണാമ്പും മണലും വെള്ളം ഒഴിച്ച് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് ഈ സുർക്കി. ആ ഊഷ്മാവ് പറഞ്ഞിട്ടില്ല, ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ചുണ്ണാമ്പിനൊരു പ്രശ്നമുണ്ട്. ചുണ്ണാമ്പ് വെള്ളവുമായിട്ട് പ്രവർത്തിക്കും. അപ്പൊ കാർബോണിക് ആസിഡ് ആവും. ഈ കാർബോണിക് ആസിഡ് ആണല്ലോ, ഇത് ഡാമിന്റെ ഭിത്തികളെ ക്ഷയിപ്പിക്കും, ദ്രവിപ്പിക്കും. 130 കൊല്ലം കൊണ്ട് ഇത് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തൊരു പ്രശ്നമുണ്ട്. ഒരു സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ വേർപ്പ് എന്നാണ് പറയുന്നത്. അത് ഇക്കൊല്ലം എത്രമാത്രം വേർക്കുന്നോ അടുത്ത കൊല്ലം അതിന്റെ ഡബിൾ വേർക്കും. 130 വർഷം കൊണ്ട് ചെറു സുഷിരങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. 130 വർഷമൊന്നും ഒരു ഡാമും നിർത്താൻ പാടില്ല കേട്ടോ. ഡാമിന്റെ മാക്സിമം കാലാവധി 40 years ആണ്. അപ്പൊ ഈ സുർക്കി പുറത്തേക്ക് വന്ന് ഡാമിന്റെ ഭിത്തികളെ അടിത്തറയെ ദ്രവിപ്പിച്ചിട്ടുണ്ട്. സുർക്കി തന്നെ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ, ഒരു ദിവസം, ഒരു മാസം എത്രത്തോളം സീപ്പേജ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടൊക്കെ കേരള ഗവൺമെന്റിന്റെ അടുത്തുണ്ട്. അപ്പൊ കേരള ഇപ്പൊ നമ്മൾ പറയണ കേൾക്ക്, പറഞ്ഞു തരട്ടെ. അപ്പൊ സുർക്കി എന്ന് പറയുന്ന സാധനം അവിടെ നിന്ന് മൊത്തത്തിൽ തന്നെ ഒലിച്ചു പോയി എന്നുള്ളതാണ് സത്യം. അത് ആ എംബോർഡ് കമ്മിറ്റിയുടെ അണ്ടറിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട്, അതിന്റെ അണ്ടറിൽ സബ് കമ്മിറ്റി ഉണ്ട്. അതിൽ ഒരു എഞ്ചിനീയർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സുർക്കി അവിടെ നിന്ന് ഒലിച്ചു പോയി ഒരു ലോറി വരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നിർത്താമെന്ന്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശരണ്യ പറഞ്ഞ ഈ കേബിൾ ആങ്കറിങ് നടക്കുന്നത്. കേബിൾ ആങ്കറിങ് ശരിക്കും പറഞ്ഞാൽ അത് ഡാമിന്റെ ബേസ് വരെ പോയിരുന്നുണ്ടെങ്കിൽ ഡാം അന്നേരം തന്നെ വീണാന്. കാരണം ഡാം ഒരു പൊത്ത് പോലെ ഇരിക്കുന്ന ഡാമാണ്. അപ്പൊ കേബിൾ ആങ്കറിങ് എന്ന് പറയണ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറയണ അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല, ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവിടുത്തെ എഞ്ചിനീയേഴ്സ്, നമ്മുടെ കേരളത്തിന്റെ എഞ്ചിനീയേഴ്സ് പറയുന്നത്. രേഖാമൂലമൊന്നുമല്ല പറയണം, അവർക്ക് കേരളത്തിന്റെ എഞ്ചിനീയേഴ്സാണ്, അവർക്ക് അങ്ങനെ പരസ്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഒരാൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കേബിൾ ആങ്കറിങ് അതാണ്. കുറെ കമ്പി ഇറക്കി കുറെ സിമെന്റ് ഇട്ട് പണം അടിച്ച് മാറ്റി എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ രണ്ടാമത് നടന്ന കാര്യം എന്താന്ന് വെച്ചാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി, പറഞ്ഞ ഗ്രാവിറ്റേഷണൽ, പിന്നെ ഏതാണ്ട് ഒരു വാക്കും കൂടി പറഞ്ഞല്ലോ ശരണ്യ, എന്ത് ഡാമാന്ന് പറയണേ? അത്
അത് അത് അത് അത് കൂട്ടാൻ വേണ്ടിയിട്ട്, ഭൂഗുരുത്വം കൂട്ടാൻ വേണ്ടിയിട്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മേൽഭാഗത്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര വീതിയിലും ഇത്ര നീളത്തിലും അവരവിടെ കോൺക്രീറ്റ് ചെയ്തു. മാത്രമല്ല അവിടെ നിൽക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ അത്. അതായത് ഈ തകർന്നിരിക്കുന്ന ഡാം, പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്ന ഡാം, അതിന്റെ ഉള്ളിൽ നിന്ന് സുറുക്കി പോയ ഡാം, മേലെ ഇത്രയും വെയിറ്റ് വന്നപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞു വളഞ്ഞ് ഈ കോലത്തിലായി, ഇപ്പോഴത്തെ കോലത്തിലായി. അതാണ് റിപ്പയറിംഗ് കൊണ്ട് നടന്നത്. പിന്നത്തെ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് എന്നാണ്. അത് നമ്മൾ ഈ ഭിത്തിയിലൊക്കെ സിമെന്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് പ്ലാസ്റ്റർ. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയാൽ അറിയത്തില്ല, കാണുന്നവർക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നും. പ്ലാസ്റ്ററിങ് ബാക്ക് സൈഡിൽ ഒരു ഭിത്തി പോലെ കെട്ടിയിട്ടുണ്ട്. ആ ഭിത്തി കെട്ടുന്നത് ചുമ്മാ ഉള്ള ഒരു ഇതിനല്ല, 28 കോടി മുടക്കി. 28 കോടി അവര് പറയണതല്ലേ, മറ്റേ കേബിൾ ആങ്കറിങ്ങിന് എത്ര ചെലവായെന്നറിയോ? ആ എഞ്ചിനീയറുടെ മകൻ വന്ന് എൻ്റെ അടുത്ത് കുമ്പസാരിച്ചിട്ടുള്ളതാണ്. 90 ലക്ഷം, 10-25 കൊല്ലം മുമ്പാണ്, 90 ലക്ഷം രൂപയുടെ കരാറ് 10 ലക്ഷം കൊണ്ട് തീർത്ത് 90 ലക്ഷം അടിച്ചു മാറ്റിയ സംഭവമാണ് കേബിൾ ആങ്കറിങ്. അല്ല എന്ന് സംശയമുള്ളവൻ ഏതെങ്കിലും ഒരു ഈ കേരള സർക്കാർ ഒന്ന് സ്കാൻ ചെയ്ത് കാണിക്കട്ടെ. നമ്മുടെ സർക്കാരല്ലേ, നമ്മളെ കാണിക്കാനുള്ള ബാധ്യതയില്ലേ? സ്കാൻ ചെയ്ത് കാണിക്കട്ടെ. ഐസ് പ്ലാന്റ് നിർമ്മിച്ചത് തമിഴ്നാട് സർക്കാരാണ്. ഏതാ ഐസ് പ്ലാന്റ് നിർമ്മിച്ചത് തമിഴ്നാട് സർക്കാരാണ്. എന്താ ഐസ് പ്ലാന്റ്? ഈ ഐസ് പ്ലാന്റ്, അതായത് 3 പ്രവർത്തനമായിരുന്നു അവിടെ നടത്തിയത്. 3ാമത്തെ പ്രവർത്തനം ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഭിത്തി പോലെ കെട്ടിയിരുന്നു. ആ ഭിത്തി കെട്ടുന്നതിന്റെ മിശ്രിതം അത് ഒരു ഐസ് ഇട്ട് മാത്രമേ നമുക്കതിന് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഐസ് പ്ലാന്റ് 28 കോടി മുടക്കി ഐസ് പ്ലാന്റ് ഇന്നും അവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ വെള്ളത്തിൽ തകരാറിലായ ഡാം ചെയ്യൽ നടക്കുവോ? വെള്ളത്തിൽ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിന് എന്ത് ടെക്നോളജി ലോകത്തിലുള്ളത്? അതിലും എളുപ്പമല്ലേ വേറൊരു ഡാം പണിയല്. സാങ്കേതിക വിദ്യകളെല്ലാം പൊട്ടയാണോ? ഇത് വെറും ഗിമ്മിക്കാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ്. അപ്പോൾ ശരി സാറേ, നമുക്ക് സാറിനും സമയമില്ല. 2-3 കാര്യങ്ങളിലേക്ക് തന്നെ ഞാൻ വന്നേക്കാം, നമുക്ക് നിർത്തിയേക്കാം. സാറ്, ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, എനിക്ക് സാറിനെ വീഡിയോയിൽ ഇന്റർവ്യൂവിൽ ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ഒരു കാര്യം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? നമ്മൾ ആദ്യം ചോദിച്ചത് തന്നെയാണ് ഈ പൊട്ടും എന്ന് പറയുന്നത്. സാറ് പറഞ്ഞു, എനിക്കത് ക്ലിയർ ആയിട്ടൊരു ഉത്തരം തന്നിരിക്കുന്നു. ഇപ്പൊ പറയുന്നു ഞാൻ പറഞ്ഞത് റിപ്പോർട്ടുകളുടെയും പണ്ഡിതരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഓക്കെ, സാർ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന ചാനലുകളിലെല്ലാം കൊടുത്ത ഇന്റർവ്യൂ റിപ്പോർട്ടുകളുടെയും മറ്റുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതിന് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇനി 2, ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്താണെന്നറിയാമോ? അല്ല, സാറിന് അറിയാമോ എന്നാ ചോദിച്ചത്. അറിയാമോ എന്താണ് ഇമ്പാക്ട് ഈ 2-3 ദിവസം? അതുണ്ടായി. എന്താ ഇമ്പാക്ട് എന്നറിയോ? 50,000 കോടി രൂപ തമിഴ്നാട് ഈ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നു. കേരള ഖജനാവിലേക്ക് 5 പൈസ പോലും വരുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. വലിയ ചതിയാണെന്ന് മനസ്സിലായി സർക്കാരുകൾ ചെയ്യുന്നത്. 468 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1 യൂണിറ്റ് പോലും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും വരുമാനം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ട് കേവലം 10 ലക്ഷം മാത്രമാണ് സി അച്യുതമേനോന്റെ 1970 നമ്മുടെ കൺസിഡറേഷനായിട്ട് കിട്ടിയതെന്നും മനസ്സിലായി. അത് മാത്രമല്ല, ഈ 10 ലക്ഷം രൂപ പോലും നമ്മുടെ ഖജനാവിലേക്ക് വാങ്ങിച്ചു വെക്കുന്നില്ല എന്ന് മനസ്സിലായി. ഈ മുല്ലപ്പെരിയാർ ഡാം, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലോലെസ് ടെക്നോളജി ഇല്ലാതെ റിപ്പയർ ചെയ്യാൻ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. 130 വർഷം പഴക്കമുള്ള ഒരു ഡാം നിലനിർത്തിയിരിക്കുന്നത് ലോക വെഡിത്തരാണ്. ഡെവലപ്ഡ് കൺട്രീസിലൊന്നും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഡാമുകൾ കാരണം കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിൽ വന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ റിക്ടർ സ്കെയിലിൽ 7+ വരുന്ന മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഡാം ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒന്നാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്യുമെന്നാണ് നെക്സ്റ്റ് ലെവൽ പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഇതിങ്ങനെ തുറന്ന് പറഞ്ഞല്ലോ, ഞാൻ ഡാം പൊട്ടും, ജനങ്ങൾ നിങ്ങൾ ഉണരൂ, നിങ്ങൾ എന്ത് ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്? ജനങ്ങൾ, ഈ ചാനൽ ഉൾപ്പെടെ ഒരു കാര്യം അധികാരികളുടെ മുമ്പാകെ സമർപ്പിക്കണം. അത് ഇതാണ്: കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മുല്ലപ്പെരിയാർ കേസ്, സുപ്രീം കോടതിയിലുള്ള മുല്ലപ്പെരിയാർ കേസിനെ പിന്തുണയ്ക്കുക. സാറ് കൊടുത്ത ആ കേസിൽ ഒരു പെറ്റീഷനിൽ ആ ഒപ്പിട്ട വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് മെൻഷൻ ചെയ്യാവോ? ഒന്ന്
85 അന്നത്തെ വിശാഖം തിരുനാളാണ് എന്ന് താങ്കളുടെ പരാതി, അങ്ങനെയാണല്ലോ പരാതി പോയിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് പരാതി പോയിരിക്കുന്നത്? പരാതി എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ. പെറ്റീഷൻ. ഇപ്പൊ എനിക്കും വാട്സപ്പിൽ അത് കിട്ടിയിരുന്നു. ഈ ചാനലിലൂടെ ഈ ലോകം മുഴുവനുള്ള ജനങ്ങൾ അതിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പൊ വാട്സപ്പിലൂടെ അത് കിട്ടിയിരുന്നു. ആ വാട്സപ്പിലൂടെ കിട്ടിയപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ആ പരാതിയിൽ താങ്കൾ പറയുന്നത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മയും അദ്ദേഹത്തിന്റെ രക്തം കൊണ്ടാണ് ഇത് എഴുതിയെന്നുള്ളതാണ് അന്ന് നമ്മൾക്ക് വരുന്ന ഒരു ഇത്. വിശാഖം തിരുനാൾ എന്നുള്ള രീതിയിൽ തന്നെയാണോ സാർ ഇത് പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്? പ്രധാനമന്ത്രിക്ക് കൊടുത്ത പരാതിയിലുള്ള ആവശ്യം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളതാണ്. ഡീകമ്മീഷൻ ചെയ്യണം. അപ്പൊ പിന്നെ എനിക്ക് കിട്ടിയത് പാട്ടക്കരാറിൽ ഒപ്പ് താങ്കളുടെ ഒരു ഇതൊന്നും പറഞ്ഞു. അത് വായിച്ചു നോക്കാമല്ലോ ശരണ്യക്ക്, അത് കിടപ്പുണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ സാർ ഇപ്പൊ നമ്മൾ ആ കരാർ വരുമ്പോൾ വിശാഖം തിരുനാളാണ് അതിൽ ഒപ്പുവെച്ചതെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഗവൺമെന്റിന് വേണ്ടി ആരെങ്കിലും ഒപ്പിട്ടാൽ മതി. അത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഗവർണർക്ക് വേണ്ടി അല്ല, സർക്കാരിന് വേണ്ടി ഗവർണർ ഒപ്പിട്ടു, അങ്ങനെയാ വരുന്നത്. അപ്പം വിശാഖം തിരുനാള് അന്ന് മരണമടഞ്ഞിരുന്നു. 80 to 85 ഭരിച്ചിരുന്ന വിശാഖം തിരുനാള് മരണമടഞ്ഞതിന് ശേഷം പിന്നീട് വന്ന അതായിരുന്നു കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാറിന്റെ പരാതിയിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ വാട്സപ്പിൽ എനിക്ക് സ്ക്രോൾ ചെയ്ത് എന്റെ പരാതിയുടെ ക്രക്സ് എന്താന്ന് വെച്ചാല് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് നിർത്തിയേക്കാം. ഈ ആലുവയിൽ താമസിക്കുന്ന സാർ എന്നാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇത്രയും ബോധേഡായത്? എന്നോട് എൻ്റെ ഗുരുവായ കൃഷ്ണൻ സാറാ പറഞ്ഞ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനായിട്ട്, ജസ്റ്റിസ് VR കൃഷ്ണൻ സാർ. അദ്ദേഹമായിരുന്നു എൻ്റെ ഗുരു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞു. അതാണ് എനിക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു താല്പര്യം ജനിപ്പിച്ച സംഭവം. ഓക്കെ. എന്താണെങ്കിലും എനിക്കൊരു കാര്യത്തിലേ ഉള്ളൂ ഒരു അഭിപ്രായ വ്യത്യാസം. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തരുത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാൻ അതിന് കറക്റ്റായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു. എന്റെ നമ്മുടെ മുറിയിൽ ഒരു പാമ്പ് വന്നാൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, അവിടെ ഇരുന്നോളാം എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷെ അത് പറയേണ്ട രീതി അങ്ങനെയാണോ? കാരണം എന്റെ മനസ്സിൽ 3.5 കോടി ജനങ്ങൾ പിടഞ്ഞു മരിക്കുന്നതാണ്. ഇവിടെ എറണാകുളത്ത് വിഷം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഫാക്ടറികളുണ്ട്. ബെൻസീൻ, നമ്മൾ ഇനി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ബെൻസീൻ, ഈതേന്നൊക്കെ പറഞ്ഞ ദ്രവരൂപത്തിലും വാതക രൂപത്തിലും സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറികളുണ്ട്. ഇതെങ്ങാനും പൊട്ടിത്തെറിച്ച് ഈ വിഷവാതകങ്ങൾ പുറത്തേക്ക് വന്നാല് അപ്പൊ അത്രപോലെ നമ്മുടെ ഇവിടുത്തെ ടെക്നോളജീനെയും നമ്മളുടെ ഈ സാങ്കേതിക വിദ്യനെയും ഒന്നും സാർ വിശ്വസിക്കുന്നില്ല എന്നാണോ പറയുന്നത്? വിശ്വസിക്കണം എങ്ങനെയാ? 36 ഡാം ഇതൊക്കെ അങ്ങനെ പൊട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഡീകമ്മീഷൻ ചെയ്യണം, ജനങ്ങളുടെ സുരക്ഷയാണ്, കാലപ്പഴക്കം ചെന്നത് ചെയ്യണം. പക്ഷെ പരിഭ്രാന്തി വരുത്തുന്ന രീതിയിൽ ഇത്തരം റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ സാറിനെ പോലുള്ളവർ, കാരണം സാറ് പരിഭ്രാന്തി അല്ല വരേണ്ടത്. പാമ്പ് വന്നാൽ പരിഭ്രാന്തി അല്ല മനുഷ്യനുണ്ട്. അവിടെ ഒരു പാമ്പ് വന്നു. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു പാമ്പ് വന്നു. പരിഭ്രാന്തിയല്ല നമുക്ക് വേണ്ടത്. ആ പാമ്പിനെ എങ്ങനെ പുറത്താക്കാം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പുറത്തേക്ക് പോകാം എന്നുള്ള ചിന്തയാ വരേണ്ടത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു സ്റ്റേറ്റിൽ ഒരു അതോറിറ്റി ഉണ്ട്. ആ ഒരു അതോറിറ്റി പറയാത്തിടത്തോളം കാലം ഒരു സാധാരണക്കാരൻ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പേടി ജനിപ്പിക്കുന്നുണ്ട്. ഒരു അതോറിറ്റി ഞാൻ പറയുമ്പോ പേടി ജനിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ഇതിനെക്കുറിച്ച് ജയവും തോൽവി അല്ലല്ലോ സാർ. ജയമാണ്. കാരണം ഞാൻ ഇതിന്റെ അടിയിൽ ജീവിക്കുന്നു, എന്റെ മക്കൾ ഇതിന്റെ അടിയിൽ ജീവിക്കുന്നു, ചുറ്റുപാട് നിൽക്കുന്ന നിങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ ജീവിക്കുന്നു. നിങ്ങളുടെ കാല് മുണ്ടക്കൈയിൽ തെറിച്ചു പോയ പോലെ 1 കിലോമീറ്റർ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. മുണ്ടക്കൈ, ചൂരൽമല, പുത്തുമല, എല്ലാ വർഷവും കേരളത്തിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്നുണ്ട്. എത്ര ആൾക്കാരുടെ കയ്യും കാലും തെറിച്ചു പോണ്. മണ്ണിന്റെ അടിയിൽ കിടക്കല്ലേ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കാണ്. അവരുടെ ശവശരീരങ്ങളുടെ മൃതദേഹങ്ങളുടെ മേലെ കയറി നിന്നുകൊണ്ട് നമ്മളിപ്പോൾ സംസാരിക്കണേ. എങ്ങനെ പാനിക്കാവാണ്ടിരിക്കും? സാർ, സിന്ധു നദിയുടെ സംസ്കാരവും ഇതുപോലെ തന്നെയാണ് മൺമറഞ്ഞു പോയത്. 7 പ്രളയങ്ങൾ വന്ന് 7 ഭൂകമ്പം ഉണ്ടായി. അവിടെ അതിന് ആ സംസ്കാരം പോയത്. അതായത് നമ്മൾക്ക് കണ്ടുപിടിച്ച 4500 വർഷങ്ങൾ പഴക്കമുള്ള സിന്ധു നദിയുടെ സംസ്കാരം ഇങ്ങനെ തന്നെയാണ് പോയത്. സാർ ഈ പറഞ്ഞ ഈ മുണ്ടക്കൈ പേടിക്കണം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് 4500 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ഡെവലപ്ഡ് ആയിട്ട് ഒരു സംസ്ഥാനത്തിരുന്നാണ്. നമ്മളുടെ മൊബൈലിൽ നോക്കിയാൽ വിവരങ്ങൾ, ഒരു വിരൽത്തുമ്പിൽ വിവരം കിട്ടുന്ന അത്രയും ഇതായിട്ടുള്ള നമ്മൾ ഇതിനെ പരിഭ്രാന്തിപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം മുമ്പുള്ള സയൻസ് പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾ അന്ന് ഡെവലപ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്.
100 കൊല്ലം മുമ്പുള്ള സയൻസ് പറഞ്ഞ ആള് പറഞ്ഞത് നമ്മൾ ആധുനിക യുഗത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഡെവലപ്ഡ് ആയെന്നാണ്. 500 കൊല്ലം മുമ്പും അന്ന് ജീവിച്ചിരുന്ന ആളുകൾ നമ്മൾ ആധുനിക യുഗത്തിലാണ് ജീവിച്ചിരുന്നത്, ഡെവലപ്ഡ് ആയെന്നാണ്. എന്ത് ഡെവലപ്മെന്റ് ആണ്? അതൊക്കെ ഫൂളിഷ്നെസ് ആണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു 100 കൊല്ലം കഴിയുന്ന ജനങ്ങൾക്ക് ഫൂളിഷ്നെസ് ആവും. ഇതെല്ലാം റിലേറ്റീവ് ആണ് തീർച്ചയായും. അത് തന്നെയാണ് ഡെവലപ്ഡ് എന്ന് പറയുന്നത്. ഇത് ഓരോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്ഡ് അല്ല, നമ്മൾ പുറകോട്ടാ പോയെ. നമുക്കിവിടെ ശുദ്ധജലമില്ല, ശുദ്ധവായുവില്ല. ശരണ്യ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അശുദ്ധ ഭക്ഷണം കഴിച്ചിട്ടാണ്, വിഷം കഴിച്ചിട്ടാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അമ്മമാര് കുട്ടികളെ മടിയിലിരുത്തി വാരി കൊടുക്കുന്നത് വിഷമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷ പച്ചക്കറി, പാല്, മുട്ട, ഇറച്ചി, ഫ്രൂട്ട്സ് സകലതും വിഷമാണ്. ഇവിടുന്ന് അമേരിക്കയിലേക്ക് ഏലക്ക കയറ്റി അയച്ചാൽ അതിൽ വിഷം ഉണ്ടെങ്കിൽ അവർ തിരിച്ചയക്കും. എന്തുകൊണ്ട് കേരള സർക്കാർ ഒരു ലാബ് വെച്ച് ശുദ്ധ ഭക്ഷണം കൊടുക്കാനായിട്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശുദ്ധ ഭക്ഷണം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല? ഞങ്ങൾ ആലുവപ്പുഴയിലെ വെള്ളമാണ് കുടിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റൽ വേസ്റ്റും ഇൻഡസ്ട്രിയൽ വേസ്റ്റും സകല മാലിന്യങ്ങളും അങ്ങോട്ട് കലർത്തിയിട്ട് മത്സ്യങ്ങൾ പോലും ചത്തു പൊങ്ങുന്ന വെള്ളം ഞങ്ങൾ കുടിക്കണം, അശുദ്ധജലം. 30 വയസ്സാകുമ്പോൾ പ്രമേഹം, സകല രോഗങ്ങളും, പേരറിയാവുന്നതും പേരറിയാത്തതുമായ സകല രോഗങ്ങളും വന്ന് ഞങ്ങളുടെ സമ്പാദ്യം മുഴുവനും ആശുപത്രി കൊടുത്താലും ഞങ്ങളുടെ രോഗം മാറാണ്ട് നരകിച്ച് വേദന എടുത്ത് കഷ്ടപ്പെട്ട് മരിക്കാണ് ജനങ്ങൾ കേരളത്തില്. നമസ്തേ. അയ്യോ നിക്ക് ഞാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരിക. അയ്യോ അല്ലെങ്കിൽ പിന്നെ ഓർക്കും വേറെ എന്തെങ്കിലും വന്ന്. അപ്പൊ സാറ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറെ കൂടെ വേറെ തലത്തിലേക്ക് പോയി. ഇപ്പൊ നമ്മൾ മുല്ലപ്പെരിയാറിന്റെ വിഷയം സംസാരിക്കാനാണ് വന്നത്. ഏതായാലും സാർ പറഞ്ഞതുപോലെ സാറിന്റെ വിജയമായിരിക്കാം അല്ല ഈ പറയുന്ന ആളുകൾ പരിഭ്രാന്തിയിലായത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഉടനെ മുല്ലപ്പെരിയാർ പൊട്ടുമെന്നല്ല, ഡാം ഡീകമ്മീഷൻ ചെയ്യണം. സമയമില്ല. കാരണം നമ്മള് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ഇത് സംഭവിക്കാം. 36 സ്ഥലത്ത് ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചൈനയിൽ ചെൻസിങ് എന്നെ പോലെ പറഞ്ഞു നടന്നു, അവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ സംഭവിക്കില്ല എന്ന് വിചാരിക്കാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, നമ്മളെപ്പോഴും പറയും നാക്ക് പൊന്നാവട്ടെ, അല്ലെങ്കിൽ പറയുന്ന പോലെ സംഭവിക്കട്ടെ എന്ന്. സാറ് പറയുന്ന പോലെ സംഭവിക്കാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ നടത്തട്ടെ, എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. അതാണ് വേണ്ടത്. ചാനലിന് നന്ദി, ശരണ്യക്ക് പ്രത്യേകം നന്ദി.